നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം ആലപ്പുഴയിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ റമദ ഹാളിലായിരുന്നു പരിപാടി. സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച മഹാനായിരുന്നു ചാവറയച്ചനെന്ന് മാർ തോമസ് തറയിൽ അഭിപ്രായപ്പെട്ടു. കുട്ടനാട് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചാവറ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന കേരളോത്സവം ഇത്തവണ ആലപ്പുഴയിൽ നടക്കും. കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. അമ്പലപ്പുഴ MLA ചെസലാം സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് ഏരിയയിൽ സുരക്ഷാ പരിശോധന നടത്തി. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യമർപ്പിച്ച അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ സ്കൂൾ ഗെയിംസിൽ ചെസ്സിൽ റണ്ണറപ്പായി നാട്ടിൽ മടങ്ങിയെത്തിയ കുട്ടി ചെസ് ചാമ്പ്യൻ നെയ്തൽ ഡി അൻസേരയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണം. വാർത്തകൾ വിശദമായി. സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം ആലപ്പുഴയിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ റമദ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സഹകരണ പ്രസ്ഥാനങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും നിറസാന്നിധ്യമായി മാറിയതായി സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അഭിപ്രായപ്പെട്ടു. 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം ആലപ്പുഴ റമദ ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, മത്സ്യബന്ധനത്തിൽ, ഖാദി മേഖലയിൽ, അതേപോലെ തന്നെ തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾ, മറ്റാതുര സേവന രംഗം, ഇങ്ങനെ തുടങ്ങി ജനജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ രംഗത്തും സഹകരണ പ്രസ്ഥാനങ്ങൾ കടന്നുവന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെടാത്ത ഒരു കുടുംബവും ഇല്ല എന്ന രൂപത്തിലേക്ക് മേഖല വളർന്നിരിക്കുന്നു എന്നതാണ് പൊതുവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മേഖലയുടെ അഭിമാനകരമായ പുരോഗതി. ഇത് നമ്മൾ വെറുതെ പ്രസംഗിക്കുന്നതല്ല. വിവിധ രംഗമെടുത്ത് പരിശോധിച്ചാൽ ഇന്ന് സഹകരണ മേഖല, ക്രെഡിറ്റ് രംഗമെടുത്താൽ ദേശീയ തലത്തിൽ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 71% ക്രെഡിറ്റ് മേഖലയിലെ നിക്ഷേപം കേരളത്തിലാണ്. ദേശീയ തലത്തിലെ കണക്കനുസരിച്ചാണ് 71% നമ്മൾ എത്തി നിൽക്കുന്നത്. ഉൽപാദന രംഗത്ത് ഇന്ന് സഹകരണ സംഘങ്ങൾ 400-ൽ പരം ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നത്. കൂടാതെ കാർഷിക വിഭവങ്ങൾ അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും സാധിച്ചു. സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രവാസികളുടെ തരിശായി കിടക്കുന്ന ഭൂമി നിശ്ചിത കാലത്തേക്ക് കൃഷി ചെയ്യുന്ന പദ്ധതി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുൻ MLAയും കേരള സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനുമായ കോലിയക്കോട് N കൃഷ്ണൻ നായർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. MLAമാരായ PP ചിത്തരഞ്ജൻ, H സലാം, സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ D സജിത് ബാബു, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് P മോഹനൻ മാസ്റ്റർ, സഹകരണ ഓഡിറ്റ് ഡയറക്ടർ MS ഷെറിൻ, സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ AD കുഞ്ഞച്ചൻ, TK ദേവകുമാർ, K രാജഗോപാൽ, KM രാധാകൃഷ്ണൻ, VM ശശി, S സാബു, EN രവീന്ദ്രൻ, NK രാമചന്ദ്രൻ, VV ബേബി, PG ഗോപകുമാർ, CV ശശീന്ദ്രൻ, KM ഉഷ, അഡീഷണൽ രജിസ്ട്രാർ MP രജിത് കുമാർ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് R നാസർ, ആലപ്പുഴ ജോയിന്റ് രജിസ്ട്രാർ VK സുബിന, വിവിധ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻമാരായ AS സാബു, VN വിജയകുമാർ, MT ചന്ദ്രൻ, S നസീം, K മധുസൂദനൻ, M ശശികുമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് നവകേരള നിർമ്മിതിയിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ പങ്കെന്ന വിഷയത്തിലുള്ള സെമിനാറിൽ ICM ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ വിഷയാവതരണം നടത്തി. സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച മഹാനായിരുന്നു ചാവറയച്ചനെന്ന് മാർ തോമസ് തറയിൽ അഭിപ്രായപ്പെട്ടു. കുട്ടനാട് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചാവറ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛനാണെന്നും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് മറ്റുള്ളവർ സാമൂഹ്യ പരിഷ്കരണ ചിന്തയിലേക്ക് കടന്നു വന്നതെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അഭിപ്രായപ്പെട്ടു. സ്വന്തം സമുദായത്തിന്റെ വിഭവങ്ങൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് പരിപാടികൾ ആവിഷ്കരിച്ച് എല്ലാ സമുദായത്തിന്റെയും നന്മയ്ക്കായി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തുനിഞ്ഞിറങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചാവറയച്ചൻ എന്നും അദ്ദേഹം പറഞ്ഞു.
കുട്ടനാടിന്റെ പ്രവേശന കവാടമായ ആലപ്പുഴ പള്ളാത്തുരുത്തി ദർശനപുരത്ത് സംഘടിപ്പിച്ചു വരുന്ന കുട്ടനാട് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചാവറ കുര്യാക്കോസ് ഏലിയാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളൊക്കെ വലിയ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുമ്പോ ഒരു 100 വർഷം മുമ്പ് ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചതെന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഇവിടുത്തെ ഓരോ സാമൂഹിക ചുറ്റുപാടുകൾ, വിവാഹ ബന്ധങ്ങൾ, അതുപോലെ കുറെ സമ്പ്രദായങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഇതെല്ലാം കൂടെ കൂടിപ്പടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ജാതി തിരിച്ച് വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ചാവറ പിതാവ് വിപ്ലവകരമായി പള്ളിയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പള്ളിക്കൂടം തുടങ്ങിയിട്ട് ആ ബെഞ്ചിൽ എല്ലാവരെയും ഒരേ ബെഞ്ചിലെത്തി കൊണ്ട് പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തുടങ്ങിയതാണ് ക്രൈസ്തവ വിദ്യാഭ്യാസ സംസ്കാരം. അതാണ് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഈ കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മുന്തിയ സംസ്ഥാനമാക്കി മാറ്റിയത്. അപ്പോ അത് നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു കാത്തലിക് എഡ്യൂക്കേഷന്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഈസ് കാത്തലിക്. അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. കാത്തലിക് എന്ന് പറഞ്ഞാൽ എന്താ? സാർവത്രികമാണ്. കുട്ടനാട് ഇന്റഗ്രൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തനത് കുട്ടനാട് ഗ്രന്ഥം രചിച്ച ഫാദർ ഡോക്ടർ സാംജി വടക്കേടത്തെ യോഗത്തിൽ ആദരിച്ചു. ചാവറ ഭവൻ ഡയറക്ടർ ഫാദർ തോമസ് ഇരുമ്പുകുത്തി, CMI PT ജോസഫ്, PM കുര്യൻ, ബേബി പാറക്കാടൻ, റോയ് വേലിക്കേട്ടിൽ, K ലാൽജി, ജെയ്സൺ മത്തായി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന കേരളോത്സവം ഇത്തവണ ആലപ്പുഴയിൽ നടക്കും. കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നടന്ന രൂപീകരണ യോഗം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. 17 വർഷങ്ങൾക്ക് ശേഷം ആലപ്പുഴ ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന കേരളോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വിജയത്തിനുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നടന്ന യോഗം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ യുവജനക്ഷേമ ബോർഡ് കാലത്തിന്റെ മാറ്റമനുസരിച്ച് നല്ല നിലയിൽ നൂതനമായ ധാരാളം പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മികവോടെ മുന്നോട്ട് പോകുന്നൊരു ബോർഡാണ്. 15 വർഷം മുമ്പ് ആലപ്പുഴയിൽ കേരളോത്സവം നടക്കുമ്പോൾ അന്നത്തെ സംഘാടനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അന്നത്തെ യുവജനക്ഷേമ ബോർഡിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു രീതിയും ഇന്നത്തെ രീതിയും നോക്കിയാൽ വളരെയേറെ മാറ്റങ്ങൾ ഇന്ന് നന്നായി സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങൾ, ഒരു സൊസൈറ്റിയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ യൂത്തിന്റെ മനസ്സിൽ സംഭവിക്കുന്ന ആശയപരമായ മാറ്റങ്ങളോ ചിന്തയിൽ വരുന്ന മാറ്റങ്ങളോ ശാസ്ത്രത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വളർച്ചയും ആ വളർച്ചയ്ക്ക് അടിസ്ഥാനമായി വന്നു ചേരുന്ന ജീവിത മാറ്റങ്ങളുമെല്ലാം. PP ചിത്തരഞ്ജൻ MLA മുഖ്യാതിഥിയായി. ജില്ലാ കോർഡിനേറ്റർ ജെയിംസ് സാമുവൽ സംഘാടക സമിതി രൂപീകരണ ഘടന അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയാണ് സംഘാടക സമിതിയുടെ മുഖ്യ രക്ഷാധികാരി. സമിതിയുടെ അധ്യക്ഷൻ യുവജനകാര്യ വകുപ്പ് മന്ത്രിയും രക്ഷാധികാരികൾ പ്രതിപക്ഷ നേതാവ്, കേരളോത്സവം നടക്കുന്ന ജില്ലയിലെ MPമാർ, MLAമാർ എന്നിവരുമാണ്. വർക്കിംഗ് ചെയർമാൻമാരായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, യുവജനക്ഷേമ ബോർഡ് ഉപാധ്യക്ഷൻ എന്നിവരും 251 എക്സിക്യൂട്ടീവ് അംഗങ്ങളും 1001 ജനറൽ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് സംഘാടക സമിതി. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കേരളീയ യുവത്വത്തിന്റെ കലാമേളയായ കേരളോത്സവത്തിൽ ആയിരക്കണക്കിന് യുവജനങ്ങൾ മാറ്റുരയ്ക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ഇതിന്റെ സംസ്ഥാനതല മത്സരങ്ങൾ ജില്ലയിൽ ഫെബ്രുവരി 2ാം വാരം സംഘടിപ്പിക്കും. യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ VK സനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ, ADM ആശാസി എബ്രഹാം, നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മനീഷം പുറക്കാട്, PD ശ്രീദേവി ടീച്ചർ, അഡ്വക്കേറ്റ് VR രജിത, സുധർമണി തമ്പാൻ, VK നാഥൻ, അഡ്വക്കേറ്റ് TS താഹ, ടിജിൻ ജോസഫ്, K മധുസൂദനൻ, യുവജനക്ഷേമ ബോർഡ് മെമ്പർ സെക്രട്ടറി സോണിയ വാഷിംഗ്ടൺ, നഗരസഭാ കൌൺസിലർ AM നൌഫൽ, യുവജനക്ഷേമ ബോർഡ് മെമ്പർമാരായ TT ജിസ്മോൻ, സന്തോഷ് ജാഫർ, S ദീപു, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി V പ്രദീപ് കുമാർ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ B ഷീജ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ സംബന്ധിച്ചു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് ഏരിയയിൽ സുരക്ഷാ പരിശോധന നടത്തി. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗിൽ സുരക്ഷാ പരിശോധന നടത്തി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ
റെയിൽവേ പോലീസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, കേരള പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ പേ ആൻഡ് പാർക്കിംഗിലെ സുരക്ഷാ പരിശോധന സംഘടിപ്പിച്ചത്. തൃശൂരിൽ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി വാഹനങ്ങൾ കത്തിനശിക്കുകയും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമോ അല്ലാതെയോ തീപിടുത്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട വഴികളെ സംബന്ധിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ജീവനക്കാരെ ധരിപ്പിച്ചു. RPF ഇൻസ്പെക്ടർ AK പ്രിൻസ്, കേരള റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ K ബിജോയ് കുമാർ, ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ പ്രസാദ്, ആലപ്പുഴ സൗത്ത് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ മണിക്കുട്ടൻ, മുജീബ്, റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ സാനു K മാത്യു, റെയിൽവേ പോലീസ് ഇന്റലിജൻസ് ഓഫീസർ PT സുനിൽകുമാർ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ പരിപാടി ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് മെമ്പർ SP സുമോദ് ഉദ്ഘാടനം ചെയ്തു. ഒരു രാജ്യത്തെ ഭരണാധികാരി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുകയും ഉറക്കപ്പുറം എണീക്കുമ്പോഴേക്കും ജയിൽ പുള്ളിയായി മാറുകയും ചെയ്യുന്ന ഒരു അത്യപൂർവമായ കാലാവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ സംഭവിച്ചത്. നമുക്കറിയാം, ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയമേ അല്ല വെനസ്വേലയിൽ, മെക്സിക്കോയിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്ക കണ്ടുവയ്ക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായിട്ടുണ്ട്. ആ രാജ്യങ്ങളിലെ പ്രധാനമായും ആ രാജ്യങ്ങളിലെ പെട്രോളിയം സമ്പത്താണ് ഈ അമേരിക്കയെ ഇത്രയും അധികം ആവലാതിപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഇതിനു മുമ്പ് ഹ്യൂഗോ ഷാവേസ് എന്ന് പറയുന്ന വെനസ്വേലിയൻ പ്രസിഡന്റ് 1976 മുതൽ 2013 വരെയുള്ള 24, 13, 37 വർഷം ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഹ്യൂഗോ ഷാവേസിന്റെ മരണത്തെ തുടർന്നാണ് അദ്ദേഹം അധികാരത്തിൽ മാറി നിൽക്കുന്നതിനെ തുടർന്നാണ് ഈ പറയുന്ന നിക്കോളാസ് മഡ്യൂറ എന്ന് പറയുന്ന ഭരണാധികാരി വെനസ്വേലിയയിലെ പ്രസിഡന്റായി അധികാരം ഏറ്റെടുക്കുന്നത്. ഹ്യൂഗോ ഷാവേസ് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കാലം മുതൽ അമേരിക്ക, അക്കാലത്തെ പ്രസിഡന്റുമാരെല്ലാവരും അടക്കം ഈ രാജ്യത്തിന്റെ ഭരണാധികാരത്തിൽ കൈയടത്തുവാനായിട്ട് വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെനസ്വേലയൻ ജനത തിരഞ്ഞെടുത്ത നിക്കോളാസ് മഡുറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും രാത്രിയുടെ മറവിൽ അറസ്റ്റ് ചെയ്ത് അമേരിക്കൻ ഭീകരത അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിനോട് ലോക ജനത ഒന്നടങ്കം ആവശ്യപ്പെടുന്ന വേളയാണ് ഇപ്പോഴെന്നും സ്വതന്ത്ര രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ തങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാൻ നടത്തുന്ന നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമരസമിതി ജില്ലാ പ്രസിഡന്റ് C പ്രസാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V സൂരജ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ C സുരേഷ്, M അനിൽകുമാർ, ജില്ലാ ട്രഷറർ VD അബു, ജില്ലാ വൈസ് പ്രസിഡന്റ് K ശുഭ, ജോയിന്റ് സെക്രട്ടറിമാരായ P സുരേഷ്, R ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ നേതാക്കളായ സീമ ഷാജി, സുധീഷ്, സുമരാജ് ഫ്രാൻസിസ്, പത്മകുമാർ, ഐബു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ദേശീയ സ്കൂൾ ഗെയിംസിൽ ചെസ്സിൽ റണ്ണറപ്പായി നാട്ടിൽ മടങ്ങിയെത്തിയ കുട്ടി ചെസ് ചാമ്പ്യൻ നെയ്തൽ D അൻസേരയ്ക്ക് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ദേശീയ സ്കൂൾ ഗെയിംസിൽ അണ്ടർ 9 വിഭാഗത്തിൽ റണ്ണറപ്പായി നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ആലപ്പുഴയുടെ അഭിമാനമായി മാറിയ കുട്ടി ചെസ് താരം നെയ്തൽ D അൻസേരയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. അസാമിലെ ഗുവാഹത്തിയിൽ വെച്ച് നടന്ന നാഷണൽ സ്കൂൾ ഗെയിംസിലാണ് അണ്ടർ 9 കാറ്റഗറിയിൽ നെയ്തൽ റണ്ണറപ്പ് ആയത്. അസാമിൽ നിന്നും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഈ കുട്ടി ചാമ്പ്യനെ സ്വീകരിക്കാൻ വിവിധ വിഭാഗങ്ങളിലെ നിരവധി ആളുകൾ സ്റ്റേഷനിൽ എത്തിയിരുന്നു. ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രാജേന്ദ്രൻ, സെക്രട്ടറി വിനോദ് കുമാർ, ജെയ്കോം പ്രസിഡന്റ് CA ലവൻ, സെക്രട്ടറി ശ്യാം, ട്രെയിനർ OJ സ്കറിയ, ജില്ലാ ചെസ് ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ ബിബി സെബാസ്റ്റ്യൻ, പ്രവീൺ, CT സോജി, സണ്ണി, ബെറ്റി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം ആലപ്പുഴയിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ റമദ ഹാളിലായിരുന്നു പരിപാടി. സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച മഹാനായിരുന്നു ചാവറയച്ചനെന്ന് മാർ തോമസ് തറയിൽ അഭിപ്രായപ്പെട്ടു. കുട്ടനാട് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചാവറ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന കേരളോത്സവം ഇത്തവണ ആലപ്പുഴയിൽ നടക്കും. കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. അമ്പലപ്പുഴ MLA ചെസലാം സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് ഏരിയയിൽ സുരക്ഷാ പരിശോധന നടത്തി. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ പരിശോധന നടത്തിയത്.
വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ സ്കൂൾ ഗെയിംസിൽ ചെസ്സിൽ റണ്ണറപ്പായി നാട്ടിൽ മടങ്ങിയെത്തിയ കുട്ടി ചെസ് ചാമ്പ്യൻ നെയ്തർ ഡി അൻസേരയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.